ഇന്നത്തെ ക്ലാസ്സിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ് ഞാൻ എടുക്കുന്നത്. തൊട്ട് മുന്നുള്ള ക്ലാസ്സിൽ ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ എന്താണ് ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് എന്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് വേവ് തിയറി വേവ് ഫെയിലിയർ ആയെന്നും ഐൻസ്റ്റീൻ്റെ ഫോട്ടോൺ തിയറി എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റിൽ നമ്മൾ എന്താണ് ലൈറ്റ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മിക്സ്ചർ ആണെന്നാണ് പറഞ്ഞത്. ബോത്ത് എന്ന് പറയാൻ പറ്റില്ല. മിക്സ്ചർ ഓഫ് പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചറാണ്. അപ്പോൾ വേവ് നേച്ചർ ഏതൊക്കെയാണ്? റിഫ്രാക്റ്റ്, ഡൈഫ്രാക്ഷനും റിഫ്രാക്ഷനും ഒക്കെയാണ് എന്താണ് വേവ് നേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ പാർട്ടിക്കിൾ നേച്ചർ എന്താണ്? കൈനറ്റിക് എനർജി, മൊമെൻറ്റം, ഇതെല്ലാമാണ് പാർട്ടിക്കിൾ നേച്ചറിൽ പറയുന്നത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പാർട്ടിക്കിൾ നേച്ചറാണോ വേവ് നേച്ചറാണോ ലൈറ്റിൻ്റെ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾ നേച്ചറാണ്. അപ്പോൾ എങ്ങനെയാണ് കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനെയൊക്കെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു മെറ്റൽ സർഫസിൽ ഇതിൽ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ ആ മെറ്റൽ സർഫസിൽ ഒരു റെഡ് ലൈറ്റാണ് ഇവിടെ വന്ന് ഇജക്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു 10⁻14 ആണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ റെഡ് ലൈറ്റ് ഇവിടെ ഇജക്റ്റ് ചെയ്യും. ഇവിടെ വന്ന് തട്ടുമ്പോൾ ഇവിടെ നിന്ന് മെറ്റൽ സർഫസിൽ നിന്ന് എന്താണ് ഇവിടെ നിന്ന് ഇജക്റ്റ് ചെയ്ത് പോകുന്നത്? ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇജക്റ്റ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് മേഡപ്പാണ്? ഫോട്ടോണുമായിട്ട് മേഡപ്പാണ്. അപ്പോൾ ലൈറ്റ് കൺസിഡർ ദ മൂവിങ് ഫോട്ടോൺ ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ ദിസ് ഫോട്ടോൺ പോസസ് കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഫോട്ടോൺ വന്ന് ഇവിടെ ഫോട്ടോണിന് എന്തുണ്ട്? മൂവ് ചെയ്യുന്നതായതുകൊണ്ട് ഫോട്ടോണിന് എന്തുണ്ട്? കൈനറ്റിക് എനർജിയും അതുപോലെ ആക്കം മൊമെൻറ്റവും ഉണ്ട്. ഇനി ആ ഫോട്ടോൺ വന്ന് ഈ മെറ്റൽ സർഫസ് ഇലക്ട്രോണുള്ള മെറ്റൽ സർഫസിൽ വന്ന് ഇജക്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഫോട്ടോണിൻ്റെ കൈനറ്റിക് എനർജിയും അതുപോലെ മൊമെൻറ്റവും എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഈ ഇലക്ട്രോൺസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ ഇലക്ട്രോൺസിന് എന്തുണ്ട്? മൊമെൻറ്റവും കൈനറ്റിക് എനർജി അവിടെ നിന്ന് കിട്ടി, ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി ഇതിന് കിട്ടി. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിന് എന്തുണ്ട്? ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും ഉണ്ട്. അതെന്ത് കാരണം? ഇവിടെ കൊളീഷൻ സംഭവിച്ചത് കാരണമാണ് ഈ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് മൂവ് ആയത്. അപ്പോൾ ഇനി പറയാണ് ഒരു ഇലക്ട്രോൺ ഇപ്പോൾ ഈ റെഡ് ലൈറ്റിൻ്റെ കാര്യം പറയട്ടെ. റെഡ് ലൈറ്റും ബ്ലൂ ലൈറ്റും ഉണ്ട്. അപ്പോൾ റെഡ് ലൈറ്റ് എൻ്റെ ഫോട്ടോണാണ് ഇവിടെ വന്ന് ഇജക്റ്റ് ചെയ്യുന്നത്. ഒരു ഫോട്ടോൺ ഇജക്റ്റ് ആകുമ്പോൾ ഒരു ഫോട്ടോൺ അവിടെ വന്ന് ഇൻസിഡൻ്റ് ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ ആണ് അവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നത്? അവിടെ നിന്ന് ഇജക്റ്റ് ചെയ്ത് പോകുന്നത് ഒരു ഇലക്ട്രോണാണ്. അപ്പോൾ ഒരു ഫോട്ടോണ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇജക്റ്റ് ചെയ്യുന്നത് 1 ഇലക്ട്രോണാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇജക്റ്റ് ചെയ്ത് പോയ ഇലക്ട്രോണിന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺ എന്നാണ് പറയുക. എന്താണ് പറയുക? ഫോട്ടോ ഇലക്ട്രോൺ എന്നാണ് പറയുക. എന്തുകൊണ്ടാണ്? കാരണം അതിന് കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും ഉണ്ട്. ഫോട്ടോണിൽ നിന്ന് കിട്ടിയ കൈനറ്റിക് എനർജി ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺ എന്ന്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് തട്ടി ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇതിനെന്തുണ്ട്? ഒരു കൈനറ്റിക് എനർജിയും അതുപോലെ മൊമെൻറ്റവും ഉണ്ട്. ഇത് നമ്മളൊരു കണ്ടക്റ്റിംഗ് പാത്തിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കുക. കണ്ടക്റ്റിംഗ് പാത്ത് എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക് പാത്തിലേക്കാണ്. ഒരു കണ്ടക്റ്റിംഗ് പാത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും അല്ലേ. They are ejected by the photon of light. If we provide conducting path, this photon electron, they will move from high potential region to low potential region. നമ്മളൊരു കണ്ടക്റ്റിംഗ് പാത്തിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്തുണ്ടെന്നാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് കറണ്ട് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. കാരണം ഇത് ഹൈ പൊട്ടൻഷ്യൽ റേഞ്ചിൽ നിന്നും ലോ പൊട്ടൻഷ്യൽ റേഞ്ചിലേക്ക് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കറണ്ടിനെയാണ് എന്തെന്ന് പറയുക? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ആ പാത്തിൽ എന്ന് വെച്ചാൽ ഹൈ പൊട്ടൻഷ്യൽ റീജിയനിൽ നിന്നും ലോ പൊട്ടൻഷ്യൽ റീജിയനിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ കറണ്ട് ഉള്ളതുകൊണ്ടല്ലേ അത് അങ്ങനെ മൂവ് ചെയ്തത്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന്. ഇനി നമ്മൾ ആ ഫിനോമിനെ പറയുന്നതാണ് ദ ഫിനോമിന ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം എ മെറ്റീരിയൽ ആഫ്റ്റർ അബ്സോർബിങ് എ സ്യൂട്ടബിൾ ഫ്രീക്വൻസി. ഒരു ഫ്രീക്വൻസി ഇവിടെ നിന്നുള്ള ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യുന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇജക്റ്റ് ചെയ്യുന്നത്. ഇനി ഡസ് എവറി ലൈറ്റ് ഇജക്ട്സ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ്? എല്ലാ ലൈറ്റും അല്ലെങ്കിൽ എല്ലാ ഫോട്ടോൺസും മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. ഇലക്ട്രോൺസിനെ അവിടെ നിന്ന് ഇജക്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ഇലക്ട്രോൺസും അവിടെ ഇജക്റ്റ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇല്ല എന്നാണ് ഉത്തരം പറയാൻ പറ്റും. കാരണം ഒരു ഫോട്ടോണിന്
ഒരു ഫോട്ടോണിനെ ഇവിടെ നിന്ന് ഇതിനെ ഇജക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനൊരു മിനിമം എന്ത് വേണം, ഒരു മിനിമം ഫ്രീക്വൻസി വേണം, ഒരു മിനിമം ഫ്രീക്വൻസി വേണം. ആ മിനിമം ഫ്രീക്വൻസീനെ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യാനുള്ള മിനിമം ഫ്രീക്വൻസീനെ പറയുന്ന പേരാണ് എന്ത്, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. എന്താണ് ത്രഷോൾഡ് ഫ്രീക്വൻസി? ഒരു മിനിമം ഫ്രീക്വൻസി വേണം എന്തിനെ, ടു ഇജക്റ്റ് ഇലക്ട്രോൺസിനെ അവിടെ നിന്ന് ഇജക്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇവിടെ വന്ന ഇൻസിഡൻറ്റ് ലൈറ്റ് ഒരു മിനിമം ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ടു ഇജക്ട് ഫ്രം ദ മെറ്റൽ സർഫസ് ദാറ്റ് ഈസ് കോൾഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന ഒരു റെഡ് ലൈറ്റാണ്, റെഡ് ഫോട്ടോണാണ്, ഒരു 10⁻14 റേഞ്ചിലുള്ള 10⁻14 ഫോട്ടോൺ വന്നിട്ട് ഈ മെറ്റൽ സർഫസിലേക്ക് വന്ന് തട്ടുന്നത്. എന്നിട്ട് അപ്പോൾ അവിടെ എന്താ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു പോകുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ കൊടുക്കുന്ന ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു 10⁸ ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇജക്റ്റ് ചെയ്ത് പോവോ? ഇല്ല, ഇവിടെ നിന്ന് ഇജക്റ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ അതിനൊരു മിനിമം ഫ്രീക്വൻസി വേണം. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മിനിമം ഫ്രീക്വൻസി വേണം എന്തിനെ, ഫോട്ടോൺ ഇജക്റ്റ് ചെയ്ത് പോകണമെങ്കിൽ, ഫോട്ടോണിനെ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്ത് കളയണമെങ്കിൽ എന്താ, ഒരു മിനിമം ഫ്രീക്വൻസി വേണം. അപ്പോൾ എക്സീഡ് ചെയ്ത ത്രഷോൾഡ് ഫ്രീക്വൻസി ആണല്ലോ നല്ല ത്രഷോൾഡ് ഫ്രീക്വൻസി. കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ, ഹൈ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, ഹൈ കൈനറ്റിക് എനർജി ആയിരിക്കും. ഇലക്ട്രോൺ വിൽ ബി ഇജക്റ്റഡ് ആൻഡ് ഇറ്റ് വിൽ മൂവ് വിത്ത് ഗ്രേറ്റർ സ്പീഡ് ആൻഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജി വിൽ ബി ഹൈ ആയിരിക്കും. ഹയർ ഫ്രീക്വൻസി ഉള്ള ഇപ്പോൾ 10⁻14 അല്ല, ഇപ്പോൾ ഒരു 10⁻30 അതുപോലെയുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ത്രഷോൾഡ് എനർജി എക്സീഡ് ചെയ്താണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ്, അവിടെ കൈനറ്റിക് എനർജി അവിടെ കൂടും അല്ലേ, മൊമെൻറ്റവും കൂടും, അതുപോലെ കൈനറ്റിക് എനർജി അവിടെ കൂടും. ഇനി അടുത്തത് നമുക്ക് വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. വർക്ക് ഫംഗ്ഷൻ എന്താണ്? വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമം എനർജി നീഡഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫേസ്. ഒരു മിനിമം എനർജി അവിടെ കൊടുക്കണം. എന്തിന്? ഇപ്പോൾ നമ്മൾ മിനിമം ഫ്രീക്വൻസിന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, ഒരു മിനിമം എനർജി അവിടെ കൊടുത്തിരിക്കണം. അതിനെയാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മിനിമം എനർജി ടു ഇജക്റ്റ് ഇലക്ട്രോൺ, മിനിമം എനർജി ടു ഇജക്റ്റ് ഇലക്ട്രോൺ. ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണ്, ഈ വേവ് തിയറി എന്തുകൊണ്ട് ഫെയിലിയറായി എന്ന് പഠിക്കണം അല്ലേ. അതുപോലെ ഫോട്ടോൺ തിയറി എന്തുകൊണ്ട് വന്നു എന്ന് പഠിക്കണം. അത് പറയണമെങ്കിൽ ആദ്യം നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയണം. ഇത്തിരി എളുപ്പമാണ്, ഈസിയായിട്ട് പഠിക്കാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? അപ്പോൾ നമ്മളിതൊരു ഇതിലേക്ക് കണക്ട് ചെയ്തു, ഒരു കണ്ടക്റ്റിംഗ് പാത്തിലേക്ക് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കും. 2 മെറ്റൽ സർഫസ് ഉണ്ട്. ഇത് നെഗറ്റീവ് കണക്ട് ചെയ്തു. ഇവിടെ 20 വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്, 20 വോൾട്ട്. ഇവിടെ പോസിറ്റീവ് മെറ്റൽ സർഫസ് ഉണ്ട്. അപ്പോൾ ഒരു റെഡ് ഫോട്ടോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് ഇജക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് തട്ടുന്നുണ്ട്. ഇവിടെ വന്ന് തട്ടുമ്പോൾ ഇവിടെ എന്താണ്, ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇജക്റ്റ് ചെയ്ത് പോകും. ഈ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്ത് പോകുമ്പോൾ ഈ എന്ത് ചെയ്യും, ഇത് ഇവിടേക്ക് അട്രാക്റ്റ് ചെയ്യും അല്ലേ. കാരണം ഇവിടെ പോസിറ്റീവാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇത് മീറ്ററിൽ ഇതിൻ്റെ റീഡിങ് കാണിക്കും. എന്താണ്, അപ്പോൾ ഇവിടെ മാക്സിമം 20 വോൾട്ടിൽ നമുക്ക് മാക്സിമം എന്ത് കിട്ടും, ഇവിടെ എന്ത് കിട്ടും, നമുക്ക് ഇതിൽ കറണ്ട് പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇലക്ട്രോൺ ഇജക്റ്റഡ്, ഫോട്ടോൺ ഇലക്ട്രഡ് വിഡ് ബി അട്രാക്റ്റഡ് ബൈ ദ പോസിറ്റീവ് പ്ലേറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, ആ മീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിൽ 20 വോൾട്ട്. അപ്പോൾ ഇവിടെ മാക്സിമം ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാക്സിമം കറണ്ട് ഇവിടെ ഉണ്ടെന്നറിയാം. അപ്പോൾ നമ്മളത് ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കറൻറ്റും അതുപോലെ ഇത് വോൾട്ടേജുമാണ് ഇവിടെ. അപ്പോൾ 20 വോൾട്ടിൽ എന്താണ്, നമുക്ക് മാക്സിമം കറൻറ്റ് അല്ലേ കിട്ടുന്നുണ്ട് അല്ലേ. ഇനി ഇതേ ഗ്രാഫ് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് റിവേഴ്സ് ചെയ്യാം. അതിനെ റിവേഴ്സ് പൊളാരിറ്റി എന്ന് പറയും. റിവേഴ്സ് പൊളാരിറ്റി ചെയ്യണമെങ്കിൽ എന്താണ്, ഈ ടെർമിനലെ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഈ ഭാഗത്ത് നമുക്ക് നെഗറ്റീവും ഇവിടെ പോസിറ്റീവും കൊടുക്കാം. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് റിവേഴ്സ് പൊളാരിറ്റി കൊടുക്കണമെങ്കിൽ ഈ മെറ്റൽ സർഫസിൽ പോസിറ്റീവും ഇതുപോലെ തന്നെ ഇവിടുത്തെ വോൾട്ടേജും നമുക്കൊന്ന് തിരിച്ചു വെച്ചാൽ മതി. ഓക്കെ, തിരിച്ചു വയ്ക്കുകയല്ല, ഈ ഭാഗം പോസിറ്റീവും ഈ ഭാഗം നെഗറ്റീവ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളത് 20 വോൾട്ട്, നെഗറ്റീവ് 20 വോൾട്ടാണ് ഉള്ളത് കേട്ടോ. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ ഒരു ഫോട്ടോൺ, റെഡ് ലൈറ്റ് റെഡ് ഫോട്ടോൺ ഇവിടെ എന്ത് ചെയ്യുന്നു, തട്ടുമ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് പുറത്ത് വരുന്നു. ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമോ? ഇല്ല അല്ലേ. എന്താ കാരണം, ഇവിടെ നെഗറ്റീവ് ആണുള്ളത്. നെഗറ്റീവ് ഉള്ളപ്പോൾ എന്താണ്, ഇത് റിപ്പൽ ചെയ്യുള്ളൂ അല്ലേ, റിപ്പൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തില്ല, ഇവിടെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇവിടെ ഉണ്ടാവുന്നുണ്ടോ? ഇതിൽ കൂടെ നമുക്ക് ആ മീറ്റർ റീഡിങ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. കാരണം ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നില്ല, ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നില്ല, ഇതിലേക്ക് മൂവ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇവിടുത്തെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ടെർമിനൽ നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ എന്ത് കിട്ടും,
അങ്ങനെയെങ്കിൽ എന്താണ് ഇവിടെ കറൻറ്റേ ഉണ്ടാവുന്നില്ല, നോ ഫോട്ടോൺ കറണ്ട്, ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ -20 വോൾട്ട്, ഇവിടെ -20 ടെർമിനൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് -20 വോൾട്ടേജാണ് ഉണ്ടായത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടാവാതെ ഇവിടെ എന്ത് ചെയ്യുന്നു, പൊട്ടൻഷ്യൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അവിടെ കറണ്ട് മൂവ് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ -20 വോൾട്ട് കൊടുക്കുമ്പോൾ ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. -20 വോൾട്ട് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ബിക്കോസ് ഇറ്റ് സ്റ്റോപ്സ് ഇലക്ട്രോൺ ഇവിടെ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു, ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ കറണ്ട് മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിൽ നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ -20 വോൾട്ട് അല്ലേ, ഈ -20 വോൾട്ടിൽ കറണ്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് മുട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരില്ല കറണ്ട്. ഇതാണ് ഗ്രാഫ് ടു -20 വോൾട്ട് എന്ന് പറയുന്നതാണ് എന്ത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ ടെർമിനൽ ചേഞ്ച് ചെയ്യുന്നു. പക്ഷേ അല്ലേ, അപ്പോൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അതിനെ നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. മിനിമം പൊട്ടൻഷ്യൽ ടു സ്റ്റോപ്പ് ഇലക്ട്രോൺസ് ഫ്രം മൂവിങ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്. രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഉള്ള പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ മിനിമം പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു -20 വോൾട്ട് എന്ന് പറയുന്നതാണ് എന്ത്, മിനിമം പൊട്ടൻഷ്യൽ ടു സ്റ്റോപ്പ് ഇലക്ട്രോൺസ് ഫ്രം മൂവിങ് ബിറ്റ്വീൻ 2 ഇലക്ട്രോൺസ്. രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആവശ്യമുള്ള കാര്യം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് വേവ് തിയറി ഫെയിലിയർ ആയിപ്പോയത്? നമ്മൾ ഈ ഗ്രാഫിൽ കണ്ടു, ഇവിടെ മാക്സിമം എന്ത് കിട്ടി, മാക്സിമം വോൾട്ടേജ് അല്ലേ, കറണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ -20 വോൾട്ട് ആകുമ്പോൾ ഇവിടെ മിനിമം ഒട്ടും കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യുന്നില്ല. പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇവിടെ നമ്മൾ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇവിടുത്തെ ഫോട്ടോൺ ഇവിടെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ഇവിടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ, അതുപോലെ എന്താണ് ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ കൈനറ്റിക് എനർജി അവിടെ കൂടുന്നു എന്നാണ് നമ്മൾ വേവ് തിയറിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലേ. വേവ് തിയറിയിൽ എന്താ പറയുന്നത്, ഇൻറ്റൻസിറ്റി അവിടെ കൂട്ടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇലക്ട്രോൺസ് വിൽ റീച്ച് ഇഫ് വി ഇൻക്രീസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ അല്ലേ. ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഇൻറ്റൻസിറ്റിയും കൂടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു പണ്ട് കാലങ്ങളിൽ, ഒരു ക്ലാസിക്കൽ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഇവിടെ നമ്മൾ ഇലക്ട്രോൺസ് ഫോട്ടോൺസ് ഇവിടെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതിലൂടെ പാസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലങ്ങനെ പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെ റീസണും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ കൂടെ പാസ് ചെയ്യുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ അതിനൊരു റീസൺ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ. കൈനറ്റിക് എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി അവിടെ കൂടിയെന്ന് വെച്ച് കൈനറ്റിക് എനർജി ഇവിടെ കൂടുന്നുണ്ടോ? ഇല്ല. കൈനറ്റിക് എനർജി ഇവിടെ കൂടുന്നുണ്ടായിരുന്നെങ്കിൽ ഇതിൽ കൂടെ മൂവ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അത് തെറ്റാണ്, നമുക്ക് വേവ് തിയറി തെറ്റാണെന്നാണ് നമുക്ക് ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റിയത്. അപ്പോൾ ഹയർ ഇൻറ്റൻസിറ്റി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഇൻറ്റൻസിറ്റി ഇപ്പോൾ കൂട്ടി കൊടുത്താൽ, ഇപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഇൻറ്റൻസിറ്റി കൂട്ടിയെന്ന് വിചാരിച്ചോ, ഇൻറ്റൻസിറ്റി ഇവിടെ കൂട്ടി കൊടുത്താലും ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നു എന്നല്ലാണ്ട് ഇത് ഇവിടേക്ക് റീച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഇൻറ്റൻസിറ്റി ഇവിടെ കൂട്ടി കൊടുത്താലും ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും, പക്ഷേ ഇത് ഇവിടേക്ക് എത്തുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ, ഇത് നേരെ പ്രപ്പോർഷണൽ, കൈനറ്റിക് എനർജി ഈസ് പ്രപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി. ഇത് തെറ്റാണെന്നാണ് അർത്ഥം. കണ്ട, ഇലക്ട്രോൺസ് ഇവിടെ കൂടുതൽ കിട്ടുമ്പോൾ നമുക്കിതിൻ്റെ ഗ്രാഫിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. കാരണം ഇത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, 20 വോൾട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസിന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ കടന്നു പോയിട്ടില്ല ഇത്. ഹയർ ഇൻറ്റൻസിറ്റി ഡസ് നോട്ട് ഇൻക്രീസ് കൈനറ്റിക് എനർജി. ഹയർ ഇൻറ്റൻസിറ്റി ഇൻക്രീസസ് നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ നമ്പറിനെ മാത്രമാണ് കൂടുതലാക്കാൻ പറ്റിയിട്ടുള്ളൂ, അല്ലാണ്ട് അവിടെ എന്തില്ല, കൈനറ്റിക് എനർജീനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നില്ല. കൈനറ്റിക് എനർജീനെ ഇൻക്രീസ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഇങ്ങോട്ട് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോട്ടോൺ തിയറി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഐൻസ്റ്റീൻ്റെ വേവ് തിയറിയുടെ കാര്യം, ഫോട്ടോൺ തിയറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഫോട്ടോൺ തിയറിയിൽ പറയുന്നത് എന്താണ്, ഇൻറ്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ടല്ല ഫോട്ടോൺ തിയറിയിൽ പറയുന്നത് ഫ്രീക്വൻസീനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ വേവ് തിയറിയിൽ പറഞ്ഞ എന്താണ്, വേവ് തിയറിയിൽ ഇൻറ്റൻസിറ്റി ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ആ ക്ലാസ് ഒന്ന് കണ്ടിരിക്കണം. പിന്നെ അപ്പോൾ ഇതിലെന്താണ്, ഐൻസ്റ്റീൻ അത് കഴിഞ്ഞിട്ട് ഇത് ഈ വേവ് തിയറി ഇവിടെ ഫെയിലിയർ ആയപ്പോൾ ഐൻസ്റ്റീനാണ് പിന്നീട് വന്നത്. ഐൻസ്റ്റീനാണ് ഫോട്ടോൺ തിയറി കൊണ്ടുവരുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺ ഡിപ്പെൻഡ് ഓൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്, നോട്ട് ഓൺ ദ ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി രണ്ട് തരത്തിലുള്ള ഫോട്ടോൺ ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ റെഡ് ഫോട്ടോണാണ് ഇവിടെ യൂസ് ചെയ്തത്. റെഡ് ഫോട്ടോണും ബ്ലൂ ഫോട്ടോണും ഉണ്ട്. റെഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. ഫ്രീക്വൻസി വളരെ കുറവാണെങ്കിൽ കൈനറ്റിക് എനർജി അവിടെ കുറവായിരിക്കും. ഫ്രീക്വൻസി കുറയുമ്പോൾ കൈനറ്റിക് എനർജി കുറയും. ഹയർ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് ഹയർ കൈനറ്റിക് എനർജി വരും. അപ്പോൾ ഇതെല്ലാം ഒരു ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു 1 ജൂളായിരിക്കും ഓരോന്നിൻ്റെ
വാല്യൂ വരുന്നത്. ഇതിന് 4 ജൂൾ, ബ്ലൂവിന് കൂടുതൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 4 ജൂൾ ആയിരിക്കും. ഇനി നമുക്ക് ആദ്യം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു, ഇവിടെ റെഡ് ഫോട്ടോൺ ഇവിടെ തട്ടുമ്പോൾ അതിനൊരു സ്മോളർ കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ ഇത് ഇവിടെ വരെ എത്തുള്ളൂ, ഇത് ഇവിടെ വന്ന് തട്ടുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ റെഡിന് പകരം എന്ത് കൊടുത്തു? ബ്ലൂ കൊടുത്തു എന്ന് വിചാരിക്കും. ബ്ലൂ കൊടുക്കുമ്പോൾ എന്താണ്, അവിടുത്തെ ഫ്രീക്വൻസി അവിടെ വളരെ കൂടുതലാണ്. ഫ്രീക്വൻസി അവിടെ കൂടുതലാകുമ്പോൾ എന്തായാലും അതിൻ്റെ കൈനറ്റിക് എനർജി അവിടെ വളരെ കൂടുതലായിരിക്കും. അതപ്പോൾ എന്തായാലും ഇവിടെ വന്ന് തട്ടിയിട്ട് എന്താണ്, നമുക്കിവിടെ ഇലക്ട്രിക് കറണ്ട് ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫ്രീക്വൻസി നമ്മൾ കൂട്ടിക്കൊടുത്താൽ എന്ത് കിട്ടും നമുക്ക്? ഫ്രീക്വൻസി അവിടെ കൂട്ടിക്കൊടുത്താൽ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ ഇതിലൂടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്രാഫ് എങ്ങനെ കിട്ടി? ഇത് നമ്മൾ ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടിക്കൊടുത്തപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ കടന്നു പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ -20 വോൾട്ട് ആയിരിക്കില്ല അല്ലേ, അതിനേക്കാൾ കൂടുതലായിരിക്കും. അറൗണ്ട് ഒരു 16 വോൾട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത്രയും കറണ്ട് കൊടുക്കുമ്പോൾ ഇതിനെ കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -16 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൈനറ്റിക് എനർജി കൂടി ഇതിലൂടെ പാസ് ചെയ്യും. -20 പൊട്ടൻഷ്യൽ കനോട്ട് സ്റ്റോപ്പ് ഇലക്ട്രോൺ എമിറ്റഡ് ബൈ ബ്ലൂ ലൈറ്റ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ് ഇൻ -16 വോൾട്ട്, -16 വോൾട്ട് ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് -20 വോൾട്ട് ഇവിടെ കൊടുത്താൽ എന്തായാലും ഇതിലൂടെ പാസ് ചെയ്യും, കറണ്ട് പാസ് ചെയ്യും. ഇതാണ് എന്ത് ഫോട്ടോൺ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇതിന് നമ്മുടെ ഐൻസ്റ്റീന് 1921 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എത്ര വേറെ കാര്യങ്ങൾ പഠിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഫോട്ടോൺ തിയറി എന്താണ്, വേവ് തിയറി എന്താണ്, അതിൻ്റെയൊക്കെ ബേസ് അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളിത് ഇതിങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫോട്ടോ വന്ന് ഇവിടെ ഇജക്റ്റ് ചെയ്യും, ഇവിടെ വന്ന് തട്ടുന്നു, അപ്പോൾ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു. ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പോൾ എനിക്കാണെങ്കിലും നന്നായിട്ട് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ മാത്രമാണ് ഇത് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയുള്ളൂ. എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ വലിയ ആളൊന്നുമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, നമുക്ക് എന്ത് പഠിക്കുമ്പോഴും അത് എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും HSA ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത ടോപ്പിക്ക് ഞാൻ എടുക്കുന്നതാണ്. താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.